തിരുവനന്തപുരത്ത് ആറ്റിങ്ങൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മാഗ്നസ് ടെക്നോളജി എന്ന സ്ഥാപനമാണ് വമ്പൻ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. രക്ഷിതാക്കളും വിദ്യാർത്ഥികളും തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ ഇക്കാര്യം വിശദീകരിച്ചു. കുട്ടികളിൽ നിന്ന് 1,86,000 രൂപയാണ് ഇവർ ഫീസിനത്തിൽ പിരിക്കുന്നത്. 10 മാസത്തെ കോഴ്സ് കഴിഞ്ഞ് 12 മാസത്തെ നിർബന്ധിത പരിശീലനവും ഇവർ നിർദ്ദേശിക്കുന്നുണ്ട്. എന്നാൽ കോഴ്സ് സർട്ടിഫിക്കറ്റിന് വീണ്ടും 86,000 രൂപ ആവശ്യപ്പെടുന്നതായി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പറയുന്നു. കൂടാതെ ജാതിപരമായ അധിക്ഷേപവും മാനസിക പീഡനവും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കുന്നുണ്ടെന്നും രക്ഷിതാക്കൾ പറഞ്ഞു. ഞാൻ പോയിട്ട് സംസാരിച്ച കാര്യങ്ങൾ എന്തെങ്കിലും തീരുമാനമായെന്ന് അറിയാൻ വേണ്ടി ഒരു 2-3 ദിവസം മുമ്പ് ഞാൻ മാനേജറെ വിളിച്ചായിരുന്നു. മാനേജറെ വിളിച്ച് നമ്മൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പോൾ പറഞ്ഞു മാനേജർ ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല, എൻ്റെ റെക്കോർഡ് എൻ്റെ കിടക്കുന്നുണ്ട്, ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല മേഡം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നീട് സാറിന് എന്താ ചെയ്യാൻ പറ്റുന്ന അത് ഞാൻ അവിടെ വിളിച്ചിട്ട് കാര്യങ്ങൾ ക്ലിയർ ചെയ്യട്ടെ. രേവതി മേഡം ഇങ്ങനെ ഒരു രേവതി എന്ന് പറയുന്ന മിസ്സാണ് മോനെ മാനസികമായിട്ട് ക്ലാസ്സിൽ വന്നിട്ട് ഇത്രയും പേര് ഇരിക്കുന്നിടത്ത് ഒരാളെ മാത്രം പറയുമ്പോൾ അത് മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാക്കും. നിന്നെ ഒന്നിനും കൊള്ളത്തില്ല, നിന്നെ വെറുതെ വിടുന്നതാണ്, നിന്റെ വീട്ടുകാർക്ക് പൈസ ഉള്ളപ്പോൾ നിന്നെ വെറുതെ വിടുന്നതെന്നൊക്കെ പറഞ്ഞ് മാനസികമായിട്ട് നിർത്തി. അത് മോൻ മൈൻഡ് ചെയ്തിട്ട് 10 മാസം കഴിഞ്ഞ് ട്രെയിനിങ് പോകാൻ പറ്റുന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ്. രേവതി എന്ന് പറയുന്ന ആളാണ്. അപ്പൊ ഈ സാർ എൻ്റെ അടുത്ത് പറയുന്നുണ്ട് രേവതിക്ക് അതിലൊരു റോളില്ല, അവർ വെറും ഒരു സ്റ്റാഫാണ്. കുട്ടികൾ വന്നോന്ന് സൈൻ ചെയ്യാനും അവര് പഞ്ച് ചെയ്ത് കയറി നോക്കാൻ ഒരു വെറും സ്റ്റാഫ് മാത്രമാണ് ഈ രേവതി എന്ന് പറയുന്ന ആള്. അപ്പോൾ ഒരു കുട്ടി ഒരു സ്ഥാപനത്തിൽ പഠിക്കുമ്പോൾ ഒരു സ്റ്റാഫ് വന്ന് ഇത്രയും പറയാനുള്ള അനുവാദം ആരാണ് കൊടുത്തത്? അതായത് മാനേജർ ഞാൻ ചോദിച്ചു, ഇതെല്ലാം മാനേജർ ചോദിച്ചിട്ട് പിറ്റേന്ന് വിളിക്കാന്ന് പറഞ്ഞു. ഇതുവരെ വിളിച്ചിട്ട് പിന്നെ എടുത്തിട്ടില്ല. ഇപ്പോഴും വിളിച്ചാലും എടുക്കില്ല. മാനേജർ ഇപ്പൊ ആറ്റിങ്ങൽ സെന്ററിലെ മാനേജര് മഞ്ചേരി അജി എന്നാണ് പേര് പറഞ്ഞത്. ആറ്റിങ്ങൽ മാനേജറാണ് ഇരിക്കുന്നത്. ആ പുള്ളി ഇപ്പൊ അന്ന് ഞാൻ വിളിച്ചപ്പോ മാനേജർ ഇരിക്കുന്നത് മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇരിക്കുന്നത്. ആറ്റിങ്ങൽ മാനേജർ ഇരിക്കില്ല. ഞാൻ അങ്ങോട്ടാ വിളിച്ചത്. വിളിച്ചില്ല. പിന്നെ നമുക്ക് തന്ന എഗ്രിമെന്റ് നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അവർ പറഞ്ഞു വെച്ചാൽ 150 ഫോണോളം കുട്ടികൾ ഒരു ഷോപ്പിൽ ചെന്ന് നിന്ന് ട്രെയിനിങ് വിടത്തില്ലേ മേഡം, അവിടെ ചെന്നിട്ട് 150 ഫോണോളം ശരിയാക്കി കൊടുക്കണം. ശരിയാക്കി കൊടുത്തതിന് ശേഷം ഒരു ഫോണിന്റെ പുറത്താണ് 30 രൂപ ഇവർക്ക് കൊടുക്കുന്നത്. ആറ്റിങ്ങൽ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. എന്നാൽ 2 പരാതി കൊടുത്തിട്ടുണ്ട്. പട്ടികജാതി കമ്മീഷനിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ദിവസമായി അത് ഇതുവരെ തിരിഞ്ഞു നോക്കില്ല. റൂറൽ എസ് പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രധാനമന്ത്രി ഓഫീസിലേക്ക് ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. പിന്നെ രാഷ്ട്രപതിക്ക് ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. ഗവർണർക്ക് ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസ് CA എന്നെ വിളിച്ച് പറഞ്ഞത് ഇത് ഞങ്ങൾക്ക് പോലീസിനെ അന്വേഷിക്കാനുള്ള അധികാരം ഇല്ലെന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ സാർ ഞങ്ങൾ ആരെടുത്താണ് പിന്നെ ആഭ്യന്തരമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട് പരാതി. ഇത് അവർ പോലീസ് ഇത് പറഞ്ഞതിന്റെ പേരാണ് ആഭ്യന്തരമന്ത്രിക്ക് പരാതി കൊടുത്ത് മുഖ്യമന്ത്രി കൊടുത്തു. മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് വിളിച്ചപ്പോൾ ആദ്യം ഫോൺ എടുത്ത് 2 വിളിച്ചപ്പോൾ അവർ കട്ട് ചെയ്താണ്. പിന്നെ ആഭ്യന്തരമന്ത്രി വിളിച്ചപ്പോൾ ആഭ്യന്തരമന്ത്രി പറഞ്ഞത് ഇത് നോക്കിയിട്ട് ചീറ്റിംഗ് ആണ്, ഇതിന് കേസ് എടുക്കാം എന്നാണ് ആഭ്യന്തരമന്ത്രി വാക്ക് പറഞ്ഞത്. ഇപ്പോഴത്തെ സർക്കാർ ഈ സർക്കാർ പോലീസ് പറഞ്ഞ ഇതാണ്, ഞങ്ങൾക്ക് അന്വേഷിക്കാനുള്ള അധികാരമില്ല. അപ്പൊ ഞാൻ ചോദിച്ചു സാർ ഞാൻ ആരെടുത്താണ് പരാതി പറയുന്നത്? ഞങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഓടി പോലീസ് സ്റ്റേഷനിലേ പറയണം. അപ്പൊ അവിടെ ആരെടുത്താൽ ഞങ്ങൾക്ക് അന്വേഷിക്കാനുള്ള അധികാരമില്ലെന്നാണ് ആറ്റിങ്ങൽ CA ഞങ്ങൾക്ക് പറഞ്ഞത്. പല കുട്ടികളും പരിശീലന കാലയളവിൽ നേരിടുന്നത് കൊടിയ അടിമവേലയാണെന്ന ആരോപണവും നിലവിലുണ്ട്. ഇരയാക്കപ്പെട്ട വിദ്യാർത്ഥിയും വാർത്താസമ്മേളനത്തിൽ വിഷയങ്ങൾ വെളിപ്പെടുത്തി. എനിക്കവിടെ കഴിക്കാനായിട്ട് ഭക്ഷണമൊന്നുമില്ലായിരുന്നു. പിന്നെ തമിഴ്നാട്ടിലെ കടലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ ട്രെയിനിങ്ങിൻ്റെ ആയിട്ട് അവിടെ നിർത്തിയത്. അവിടെ കടയിൽ പോയപ്പോൾ ചായ വാങ്ങിക്കാനും പിന്നെ അവർക്ക് ആ മുതലാളിക്കുള്ള സിഗരറ്റും മറ്റു സാധനങ്ങൾ വാങ്ങിക്കാനുമാണ് എന്നെ പറഞ്ഞു വിട്ടത്. പിന്നെ അവിടെ പറ്റാതായപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, എന്നെ വീട്ടിൽ പറഞ്ഞു വിട്ടു. സാധാ മൊബൈൽ കട. ആറ്റിങ്ങൽ അവനവഞ്ചേരിയിൽ താമസിക്കുന്ന ബിലാലുമായി അനധികൃത കരാർ ഒപ്പിട്ടതായും ബിലാലിന്റെ ഉമ്മ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി രാഷ്ട്രപതി, പ്രധാനമന്ത്രി, മാനവ വിഭവശേഷി മന്ത്രി, സംസ്ഥാന ഗവർണർ, സംസ്ഥാന മുഖ്യമന്ത്രി, സംസ്ഥാന ആഭ്യന്തരമന്ത്രി എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും രക്ഷിതാക്കൾ പറഞ്ഞു. വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.